ഇരിക്കൂ. വേണ്ട ഡോക്ടറെ, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കൂന്നേ. വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോളാം. അപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഡോക്ടർ ഞാനല്ല, അത് ഈ വീടിന്റെ 2 വീട് അപ്പുറത്താണ്. അയ്യോ, എനിക്ക് ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരുന്നോളാം. അപ്പൊ ഇരിക്കൂ. എന്താണ് പേര്? എന്റെ പേര് രമ്യ എന്നാണ് ഡോക്ടറെ. എന്താ കുഴപ്പം? എനിക്കല്ല കുഴപ്പം, എന്റെ ഭർത്താവിനാണ് കുഴപ്പം. എന്താ പേര്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രമ്യ എന്നാണെന്ന്. അതല്ല, ഭർത്താവിന്റെ പേര്. ചേട്ടന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് ഡോക്ടറെ. എത്ര വയസ്സുണ്ട്? ഒരു 50 വയസ്സൊക്കെ ഉണ്ടാവും. കണ്ടാ പറയത്തില്ല കേട്ടാ. അല്ല, എന്റെ കാര്യമല്ല, ഞാൻ എന്റെ കെട്ടിയോന്റെ കാര്യം പറഞ്ഞ ഒരു 50 വയസ്സുണ്ടാവും. രമ്യക്ക് എത്ര വയസ്സുണ്ട്? അല്ല ഡോക്ടറിന് എന്റെ ഡീറ്റെയിൽ ആണ് അറിയണ്ടല്ലേ, കെട്ടിയോന്റെ ഡീറ്റെയിൽ ആണ്? അല്ല, എനിക്ക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. ചേട്ടനൊരു 50 വയസ്സുണ്ടാവും. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാ അങ്ങേരെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും ഡോക്ടറെ. ചിരിക്കുന്നതൊക്കെ ഒരു പ്രശ്നമാണോ രമ്യ? ആവശ്യത്തിന് അനാവശ്യത്തിന് ചിരിച്ചാത്തൊരു വലിയ പ്രശ്നമല്ലേ ഡോക്ടറെ? ഈ ആവശ്യവും അനാവശ്യവും ഒക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും രമ്യ? ഞാനിവിടെ വന്ന് ചേട്ടനെ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കേണ്ട എന്റെ ആവശ്യമായിരുന്നു. ഇവക ചൊറിയണ വർത്താനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് വന്ന അനാവശ്യം. നിങ്ങൾക്കൊന്ന് ചിരിച്ചുകൂടെ? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്? ഞാൻ എങ്ങനെ ചിരിക്കും ഡോക്ടറെ? എനിക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അതിനും വേണ്ട ചേട്ടൻ ചിരിക്കുന്നുണ്ട്. എന്റെ ചേട്ടന്റെ ചിരിയൊന്നും അണഞ്ഞു കാണണം, അതാണ് ഡോക്ടർ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോ ഭർത്താവിന്റെ ചിരി അണഞ്ഞു കാണണം. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വന്തം ഭർത്താവിന്റെ ചിരി അണഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ. വന്നിട്ടുണ്ടോ? ഞാനിവിടെ ആദ്യമായിട്ടാ വന്ന. അതല്ല, ഭർത്താവിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കൂ. സുരേന്ദ്രേട്ടാ, ഡോക്ടർ വിളിക്കണ, വായോ. ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം, ഉലകാകയൊരോട്ടം. Take your seat. ഇരിക്കാൻ. ഞാൻ നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. ഇത്രയും സുന്ദരനും സുമുഖനുമായ നല്ലൊരു കുടുംബനാഥനാണല്ലോ. എന്താണ് ഇദ്ദേഹത്തിന് കുഴപ്പം? ഐ ആം ഡോക്ടർ ഹരിലാൽ. ഹരിലാൽ അല്ല, ഇത് അരയാലാണ്. ചേട്ടാ ചിരിക്കില്ല, ഡോക്ടർ പറയുന്നത്. ചേട്ടാ, ഞാനും എന്റെ അച്ഛനും ഒക്കെ പാരമ്പര്യമായിട്ട് ഡോക്ടേഴ്സ്. കണ്ടില്ലേ, എന്റെ അച്ഛനാണത്. അച്ഛൻ നോക്കി. അച്ഛൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണെന്ന് ഡോക്ടർക്ക് അറിയാമോ? നല്ലൊന്നാന്തരം ഒരു ജോലി ഉണ്ടായിരുന്നു സർക്കാർ ആശുപത്രിയിൽ. എന്ത് ജോലിയായിരുന്നു അത്? ഗവൺമെന്റ് ആശുപത്രിയിൽ ആംബുലൻസ് ഓടിക്കണ ജോലിയായിരുന്നു ഡോക്ടറെ. എന്നിട്ട് ഈ അപകടം കൊണ്ടുപോണവരെയും മരിച്ചു കൊണ്ടുപോണവരെയൊക്കെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോണത്. അതെല്ലാം കണ്ടിട്ട് ഇയാളിരുന്ന് പൊട്ടിച്ചിരുന്നു. ചേട്ടാ ചിരിക്കില്ല ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ചേട്ടാ. പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ അവിടെ അമ്പലത്തിലെ ഉത്സവ പരിപാടിക്ക് കോമഡി ഷോയുടെ പിള്ളേര് വന്ന് ചേട്ടനെ ബുക്ക് ചെയ്തായിരുന്നു. അല്ല, കലാകാരനായിട്ടൊന്നല്ല, കോമഡി ഷോ നടക്കുമ്പോ സ്റ്റേജിന്റെ മുമ്പിൽ ഇതുപോലെ ചിരിക്കാൻ വേണ്ടിയാണ് അവന്മാര് ബുക്ക് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ നമ്മൾ ഏതൊരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഭക്തിഗാനം ഉണ്ടാവുമല്ലോ, ആ ഭക്തിഗാനം തുടങ്ങിയപ്പോ തൊട്ട് തീരണവരെ ഭയങ്കര ചിരി. അതും പറയാന്നും പറഞ്ഞ് തല്ലി വിട്ട്. അതന്നെയല്ല, അയിലും തീർത്താർക്കും കിടക്കപ്പുറത്തില്ല. വടക്കേല രമചേച്ചനെ മോക്കടെ കല്യാണം ആ പെങ്കൊച്ചിന്റെ താലി കെട്ടണ നേരത്തെ ഇങ്ങനെ അവിടെ പോയി ഇതുപോലെ തന്നെ ആ ചെറുക്കനെ നോക്കിയിട്ട് പൊരിഞ്ഞ ചിരി. ആ ചെറുക്കൻ വേഗം പറഞ്ഞേ, ഈ പെണ്ണെ എന്താണ് കുഴപ്പമുണ്ടായിട്ടാണ് ഇയാൾ ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കണത്. ആ ചെറുക്കൻ കല്യാണം വേണ്ടെന്നും പറഞ്ഞു പോയി. പിന്നെ കുടുംബക്കാരും മുഴുവൻ ഇയാളെ തല്ലി പാകം വരുത്തി. എനിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 5 മിനിറ്റ് 5അല്ല, ഈ ദിവസം മുഴുവൻ പുറത്തുനിന്നുള്ള ചിരി ഒന്ന് നിർത്തി തന്നാ മതി. ചേട്ടാ ചിരിക്കല്ലേ ചേട്ടാ. സുരേന്ദ്ര, ഇവിടെ ഇരിക്കും. സുരേന്ദ്ര പറയുന്നത് സുരേന്ദ്ര, നിങ്ങൾ ഇങ്ങനെ 74 മണിക്കൂറും ചിരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കത്തില്ലേ? ഐ മീൻ, അവരുടെ പഠനത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ആകില്ലേ സുരേന്ദ്ര? ഒരു ഡിസ്റ്റർബൻസും ഇല്ല. എന്തുകൊണ്ട്? എനിക്ക് കുട്ടികളില്ല. ഇവിടെ എത്രയോ അച്ഛനമ്മമാർ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി നേർച്ചകളും വഴിപാടുകളും നടത്തി അമ്പലങ്ങൾ തോറും പള്ളികൾ തോറും കയറി ഇറങ്ങി നടക്കുന്നു. ഇവിടെ എടുത്ത മാറിയിരുന്ന് തൊലിക്കുന്നു. അതെ, ഞാനും ഭാര്യയും കൂടെ ഒരു ഗൈനക്കോളജിനെ കാണാൻ പോയി. അപ്പൊ ഗൈനക്കോളജിനെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കേ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു മരുന്ന് തന്നു. എന്ത് മരുന്നാ തന്നെ? അതായത് ഒരു പൊടി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഇത് പാല് കലക്കി കുടിക്കണമെന്ന് പറഞ്ഞു. പാല് കലക്കി കുടിച്ചോ? ഈ പാലങ്ങോട്ട് കാച്ചി പൊടി ഇട്ട് ഞാൻ ഉല്ലാസ് കുടിച്ചു. എന്നിട്ട് അന്നേരം ഒരു കോളിംഗ് ബെല്ല്. ഈ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് അടിക്കുന്നത്? ഞാൻ ചെന്ന് നോക്കി.
ഞാൻ നോക്കിയപ്പോ എന്തോ അതേണ്ട അവിടെ അച്ഛനും കുഞ്ഞമ്മയുടെ മക്കളും എല്ലാം കൂടെ കയറി വന്നിരിക്കുന്നു. അതല്ലേലും അങ്ങനെയാണ്. വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒക്കെ മാരണങ്ങൾ ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കും. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് പറയും. എന്നിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് ചെന്നു. ബെഡ്റൂമിന്റെ കഥ അങ്ങോട്ട് തോന്നുന്നു ഡോക്ടറെ. അപ്പൊ താണ്ട കട്ടിലേലിരിക്കുന്നു. ആര്? അവളെ അച്ഛനും കുഞ്ഞമ്മയും അമ്മായിച്ചിനും മക്കളും എല്ലാം കൂടെ ബാലവീർ കണ്ടിരുന്ന് ചിരിക്കുന്നു. സുരേന്ദ്ര, സുരേന്ദ്ര, നിങ്ങൾ ഈ സമയത്താണ് സംയമനം പാലിക്കേണ്ടത്. നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ നിങ്ങൾ സീരിയസ് ആകണമായിരുന്നു സുരേന്ദ്ര. അതെ, ഞാനവിടെ സീരിയസ് ആയി. അല്ല, എന്റെ ബെഡ്റൂമിൽ വരുമ്പോ അത് എനിക്കറിയണ്ട എന്താണെന്ന്. ഞാൻ എന്റെ അമ്മാവിനോട് പറഞ്ഞു. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ബെഡ്റൂമിനകത്ത് കയറിയിരിക്കുന്നത്? അതെ, നമ്മുടെ പ്രൈവസി അല്ലേ, ഇറങ്ങിക്കോണമെന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങി അമ്മായിപ്പനെ എന്റെ മുഖത്ത് നോക്കി ഒറ്റ വർത്താനം. എന്ത് വർത്താനം? നീ 24 മണിക്കൂറും ചിരിച്ചോണ്ട് നടക്കുന്നു. ഞാനും ഈ പിള്ളേരും കൂടി ഇവിടെ ഇരുന്ന് ബാലവീർ കണ്ട് ചിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? രമ്യ, പ്ലീസ് കം, കയറി വരൂ. എന്തായി ഡോക്ടറെ? ശരിയായില്ല, പറഞ്ഞു വരാം. ഞാൻ ചെക്ക് ചെയ്തു. അതായത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഇംഗ്ലീഷിൽ ദ കോഞ്ചറിങ് 2 എന്നാണ് പറയുന്നത്. അല്ല ഡോക്ടർ, ഇതേ ഏത് ഭാഷ പറഞ്ഞാലും കോഞ്ചറിങ് തന്നെയല്ലേ പറയുള്ളൂ. എന്നാ പിന്നെ നീ ഉണ്ടാക്ക്. അല്ല, ഞാൻ എന്റെ മനസ്സിന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞേ. ഞാൻ ഉണ്ടാക്കാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് എനിക്ക് ആളെ ചികിത്സിച്ചാ പോരെ, ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അതായത് എന്റെ കയ്യിൽ 2 തെറാപ്പികളുണ്ട്. അതിൽ ആദ്യത്തെ തെറാപ്പി എന്ന് പറഞ്ഞാൽ വിഷ്വൽ തെറാപ്പിയാണ്. അതിന് നമുക്ക് ഇവിടെ റൈറ്റ്സ് ഇല്ല. എന്തൊക്കെ തെറാപ്പി ചെയ്താലും എന്റെ ചിരി നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. പിന്നെ ഉള്ളത് ഒരു മ്യൂസിക് തെറാപ്പി, പാട്ട്. അതായത് ഇദ്ദേഹം കിടക്കുമ്പോൾ ഉറക്കത്തിൽ രാത്രി എന്തെങ്കിലും പിച്ചും പേയും പറയുന്നതായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? എന്നെ പിച്ചാറൊന്നുമില്ല, പക്ഷെ ഉറങ്ങണ സമയത്ത് ഇയാൾ എപ്പോഴും പറയും എന്റെ അച്ഛനെ കുതിര കൊണ്ടുപോയി എന്ന് പറയും. അതെന്താണോ എല്ലാ ദിവസവും പറയും. കല്യാണം കഴിഞ്ഞ് വന്നാലുണ്ട്. അതെന്താ സുരേന്ദ്ര അങ്ങനെ ഒരു എന്താ ഞാൻ ഉറക്കത്തിൽ എന്താ പറഞ്ഞ അച്ഛനെ കുതിര കൊണ്ടുപോയ കാര്യം പറയില്ലല്ലോ. അത് ഡോക്ടർ എവിടെ ഇരിക്കും, ഞാൻ പറയാം. അയ്യോ, ചിരിച്ചു ചാവും. അതെ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ശുദ്ധകരിക്കാരനാ. കാര്യം ശുദ്ധനാണെങ്കിലും ദുഷ്ടന്റെ ഫലം ചെയ്യും. അടച്ചു ചെയ്തങ്ങോട്ട്. എന്റെ അച്ഛനുണ്ടല്ലോ, അന്ന് എനിക്കൊരു 8 വയസ്സ് പ്രായം. നീ ഇരിക്കടി, എന്തിനാ നിൽക്കുന്നേ? ഞാൻ നിക്കറിട്ടോട്ട് നടക്കുന്ന പ്രായം. അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊരു പുഷ്പമേള വന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നെ പുഷ്പമേള കാണാൻ ഇന്ന് കൊണ്ടുപോകണം. അപ്പൊ പറഞ്ഞാൽ ശരി എന്നാ ബാബുനെ. അപ്പൊ എന്റെ അച്ഛനൊരു വീക്ക്നെസ് ഉണ്ട്. പുള്ളി ഏത് ചേച്ചിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാലും കണ്ണടച്ച് കാണിക്കുക, കൈയടച്ച്. കൂടെ മോൻ 8 വയസ്സുള്ള ഞാനിങ്ങനെ നിൽക്കുന്നുള്ളൊരു വിചാരമെങ്കിലും വേണ്ടേ? അല്ല, ഡോക്ടറോട് പറയട്ടെ, ചിരിമാരണ്ടേ? അക്ക ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം അച്ഛൻ, എന്നെ അവിടെ ഒന്ന് കൊണ്ട് കാണിച്ചു അച്ഛാ എന്ന് പറഞ്ഞപ്പം ചെന്ന് നോക്കുമ്പോ കുതിര സവാരി. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, അച്ഛൻ കുതിരപ്പുറത്ത് കയറുന്നത്, ഞാൻ കുതിരപ്പുറത്ത് കയറാം. അപ്പൊ അച്ഛൻ ഇതിനിടയ്ക്കൊരു ചേച്ചിയെ ട്യൂൺ ചെയ്തു. ഇതെല്ലാം ചേച്ചിയെ കാണിക്കാൻ വേണ്ടിയാണ്. ആ ചേച്ചി എനിക്കൊന്നും അറിവില്ല, എന്നാലും എനിക്ക് ചിലതൊക്കെ കാണുമ്പോ മനസ്സിലാകും. എന്നിട്ട് അച്ഛൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റി. അപ്പൊ എന്റെ ഒരു കുതിര കയറ്റിട്ടെ, അപ്പൊ ഹിന്ദിക്കാരുണ്ട്. ഹിന്ദിക്കാർ പറഞ്ഞു, മോനെ കുഞ്ഞല്ലേ, അവൻ അറിയത്തില്ല. ഈ കുതിരപ്പുറത്ത് കയറുമ്പോ അറിയാവുന്ന ഒരാൾ കൂടെ വേണ്ടേ? അപ്പൊ ഹിന്ദിക്കാരൻ എന്നെ കയറ്റി ഇങ്ങനെ അങ്ങനെ വന്ന്. അപ്പോ എന്ത് പൈസ കൊടുത്ത് താഴെ ഇറക്കി. അപ്പൊ നേരെ അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കയറാം, എന്റെ മോനെ ഒന്ന് നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ കയ്യിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വാരി കുതിരപ്പുറത്ത് കയറിയിട്ടേ ഇതിന്റെ കടിഞ്ഞാണേലൊന്ന് പിടിച്ചു. അപ്പഴത്തെ കുതിര കുഴമ്പ് വെച്ച് നിലത്തൊന്ന് അടിച്ചു. അപ്പോഴോ എനിക്ക് എന്തോ തോന്നി. ആ ഹിന്ദിക്കാരനൊരൊറ്റ വിസില്, ഒരു പൊടിയും പടലവും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നിട്ട് ആ ചേച്ചിയുടെ മുന്നിൽ നാണം കെട്ട് ചമ്പി നാറി അച്ഛനൊരു വരുവായി. അയ്യോ രമ്യ, അപ്പൊ കുഴപ്പമില്ല, ഇതൊരു ഇൻസിഡന്റിന്റെ പുറത്തുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു മ്യൂസിക് തെറാപ്പിയിൽ കൂടെ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുള്ളൂ. ഞാനിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും, അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കും. നോക്കാം വേഗം ഡോക്ടറെ.
പിന്നെ എന്തിനാണ് ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ചിരി നിന്നാണ്. നിന്നു. പക്ഷെ ഇത് ഈ പൊട്ടിക്കരണ കണ്ടിട്ട് എനിക്ക് സൈക്കിൾ എന്റെ ചേട്ടൻ പഴയ പോലെ എനിക്ക് ചിരിച്ചു കണ്ടാ മതി. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഇയാളെ എന്നേക്കുമായിട്ട് അങ്ങ് ഉപേക്ഷിക്കുക. അയ്യോ അപ്പൊ ഞാനോ? നമ്മൾ രണ്ടും കൂടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.